കേരള തമിഴ്നാട് അതിർത്തിയിൽ വൻ റേഷൻ അരിവേട്ട. കരിഞ്ചന്തയിലേക്ക് കടത്തിയ 15,000 കിലോ അരിയാണ് പിടികൂടിയത്. പിടിച്ചെടുത്ത അരി സിവിൽ സപ്ലൈസ് ഗോഡൌണിലേക്ക് മാറ്റി. ഗോകുൽനാഥ് കൂടുതൽ വിവരങ്ങൾ നൽകും. ഗോകുൽ, ഈ ഓണക്കാലം ലക്ഷ്യമിട്ടുള്ള കരിഞ്ചന്തയായിരുന്നോ ലക്ഷ്യം? ആര്യ, തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ, അതിർത്തി മേഖലകളിലേക്ക് കേരളത്തിലേക്ക് റേഷൻ അരി അനധികൃതമായി എത്തുന്ന സംഘങ്ങൾ, കടത്തുന്ന സംഘങ്ങൾ സജീവമാണ്. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്ന ഇത്തരം കടത്ത് സംഘങ്ങൾക്കെതിരെ പോലീസ് അതിശക്തമായ പരിശോധന നടത്തി വരികയാണ്. തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരം അതിർത്തിയായിട്ടുള്ള ഈ പാറശാല, കുഴിഞ്ഞാൻവിള, ഇഞ്ചിവിള തുടങ്ങിയ മേഖലകൾ വഴിയാണ് പ്രധാനമായും റേഷൻ അരി കടത്തുന്നതെന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് ലോഡ് കണക്കിന് റേഷൻ അരിയും അതേപോലെ തന്നെ വ്യാജ നമ്പർ പ്ലേറ്റുകളുള്ള വാഹനങ്ങളും അടക്കം അധികൃതർ പിടികൂടിയിട്ടുമുണ്ട്. അനധികൃത ഗോഡൌണുകൾ കേന്ദ്രീകരിച്ച് അതിർത്തികളിൽ വാഹന പരിശോധനകൾ ഊർജിതമായി നടക്കുകയും ഒക്കെ ചെയ്താണ്. ഇപ്പോൾ സിവിൽ സർവീസ് സപ്ലൈസ് വകുപ്പും പോലീസും കർശന നടപടി സ്വീകരിക്കുന്നുമുണ്ട്. കേരള തമിഴ്നാട് അതിർത്തിയിൽ നിന്നാണ് ഇന്നിപ്പോൾ 15,000 കിലോ റേഷൻ അരി പിടികൂടിയത്. ഇഞ്ചിവിളയിൽ കരിഞ്ചന്തയിൽ വിൽക്കാനായി കടത്തിക്കൊണ്ടുവന്ന റേഷൻ അരിയാണ് ഇപ്പോൾ പിടികൂടിയെന്നുള്ളതാണ്. കേരള സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ തന്നെ തമിഴ്നാട് തഹസിൽദാരുടെയും സംയുക്ത പരിശോധനയിലാണ് ഇപ്പോൾ റേഷൻ അരി പിടിച്ചെടുത്തതെന്നുള്ളതാണ്. മാത്രമല്ല, കേരളത്തിലും തമിഴ്നാട്ടിലും റേഷൻ വിതരണത്തിനായി ഉപയോഗിക്കുന്ന അരിയാണ് ഇപ്പോൾ കടത്തിയെന്നാണ് നിഗമനത്തിലുള്ളത്. പോലീസും അത് തന്നെയാണ് പറയുന്നത്. അതേസമയത്ത് തന്നെ ഓണക്കാലത്ത് സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാണ്. വലിയ തോതിൽ തന്നെ വില വർദ്ധിക്കുകയാണെന്നും ഇതിനെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിക്കുകയും ഒക്കെ ചെയ്തത്. അരി, പച്ചക്കറി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വില കുതിച്ചുയരുന്ന ഒരു ഘട്ടത്തിൽ പൊതുവിപണിയിൽ അരിവില നിയന്ത്രിക്കാൻ സർക്കാർ കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സപ്ലൈകോ വഴിയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം പൂർണ്ണമായും താളം തെറ്റിയിരിക്കുകയാണെന്നുള്ള ഒരു ആക്ഷേപം കൂടെ ഉണ്ട്. കഴിഞ്ഞ തവണ 6 ലക്ഷം കിറ്റുകൾ വിതരണം ചെയ്ത സ്ഥാനത്ത് ഇത്തവണ വെറും 1/2 ലക്ഷം കിറ്റുകൾ മാത്രമാണ് വിൽക്കാൻ സാധിച്ചത്. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യേണ്ട സ്പെഷ്യൽ അരി പലയിടത്തും എത്തിയിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ഈ കരിഞ്ചന്തക്കാരും പൂഴ്ത്തിവയ്പ്പുകാരും ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് ഈ ശക്തമായി ഈ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും തുടരുകയും മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് അരി എത്തിക്കുന്നതുമുള്ള വലിയ ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. ഓക്കെ, ഗോകുൽനാഥാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.